തള്ളുവണ്ടി ഉരുട്ടി വീണ്ടും ഗണേഷ് കുമാർ. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് KSRTC ഭരണം കിട്ടിയപ്പോൾ KB ഗണേഷ് കുമാർ നന്നായി കിടന്ന് കുത്തിമറിഞ്ഞിരുന്നു. ആദ്യം അടിച്ചുകൊണ്ടിരുന്ന തക്ക് കൗണ്ടറുകൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു എങ്കിലും മന്ത്രിയായ ശേഷം കൈവച്ച എല്ലാ കാര്യങ്ങളിലും കനത്ത തിരിച്ചടി കിട്ടി. അതിലേറ്റവും പുതിയത് ഡ്രൈവിംഗ് പരിഷ്കരണ പരിപാടിയാണ് ദയനീയമായി 8 നിലയിൽ പൊട്ടി നാണം കെട്ടത്. യദു വിഷയത്തിലും യദുവിനാണ് നിധി നിഷേധം ഉണ്ടായത് എന്ന് നന്നായി അറിയാമെങ്കിലും പണി പേടിച്ച് ഒരഭിപ്രായം പോലും പറയുവാൻ വയ്യാത്ത നിലയിലാണ് KB ഗണേഷ് കുമാർ. അതിനിടയിലാണ് നല്ല നടനും അപ്പൻ്റെ മോനുമായ ഗണേഷ് കുമാർ അടുത്ത ശ്രദ്ധയാകർഷിക്കൽ പരിപാടിയുമായി കളത്തിലിറങ്ങിയത്. വീണ്ടും 8 നിലയിൽ പൊളിയുവാൻ സാധ്യതയുള്ള കാര്യമാണ് ഗണേഷ് ആദ്യമായി പറഞ്ഞത്. KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന്. ഗഡുക്കളായി ശമ്പളം നൽകുന്ന രീതി ഒഴിവാക്കുവാൻ ഒരു ഫോർമുല കണ്ടെത്തിയിട്ടുണ്ടെന്നും ധനമന്ത്രിയുമായും ഗതാഗത മന്ത്രിയുമായും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. KSRTC ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു ഗണേഷ് കുമാറിന്റെ ഈ ഉറപ്പുകൾ. യാത്രക്കാർ യജമാനന്മാരാണെന്ന് ജീവനക്കാർ മനസ്സിലാക്കണം, ബസ്സിൽ കയറുന്ന ജനങ്ങളോട് മാന്യമായി പെരുമാറണം, സ്വിഫ്റ്റിലെ ചില ജീവനക്കാരെക്കുറിച്ച് മോശമായ അഭിപ്രായം വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് നിങ്ങളോട് ചിലത് പറയുവാനുണ്ട് എന്ന തലക്കെട്ടിൽ KSRTCയിലെ ഓരോ വിഭാഗങ്ങൾക്കായി കണ്ടക്ടർ, ഡ്രൈവർമാർ, മെക്കാനിക്ക്, മിനിസ്റ്റീരിയൽ എന്നിങ്ങനെ 4 എപ്പിസോഡുകളായുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വീഡിയോ പരമ്പരയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് പുറത്തിറക്കിയത്. ആദ്യ എപ്പിസോഡ് കണ്ടക്ടർമാർക്ക് വേണ്ടിയാണ്. ഗണേഷിന് പലതും ചെയ്യണമെന്നുണ്ടെങ്കിലും ആങ്ങള ചത്താലും നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന് പറഞ്ഞു നിൽക്കുന്ന അന്തംഗമ്മികൾ ഒന്നിനും സമ്മതിക്കുന്നില്ല. 1-ാം തീയതി ശമ്പളം കൊടുത്താൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഗണേഷിന് കിട്ടുമെന്ന് തോന്നിയാൽ മൂത്ത കമ്മികൾ അതെപ്പോൾ അട്ടിമറിച്ചു എന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് 8 നിലയിൽ പൊട്ടുമെന്ന്. ഇതാണ് ആ ഗണേഷ് ടോക്ക്. പ്രിയമുള്ള KSRTCയിലെ ജീവനക്കാരുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ പലപ്പോഴും നിങ്ങൾക്കായി സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഞാനൊരു ദീർഘമായ ഒരു ലെറ്റർ നിങ്ങൾക്ക് അയച്ചിരുന്നു. അതിൽ എത്ര പേരത് വായിച്ചു എന്നെനിക്കറിയില്ല. എങ്കിൽ പോലും ചില സന്ദേശങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നെനിക്ക് തോന്നിയതാണ്. KSRTCയുടെ വരുമാന വർധനവിനും KSRTCയുടെ ഒരു മുന്നേറ്റത്തിനും സഹായകമായ ചില നിർദ്ദേശങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ആ നിർദ്ദേശങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് KSRTCയിലെ സംബന്ധിച്ച് നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത് ജനങ്ങളാണ്, യാത്രക്കാരാണ്. ഒരു സ്കൂളിൻ്റെ യജമാനൻ ആരാണെന്ന് ചോദിച്ചാൽ അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഒരു സിനിമാ തിയേറ്ററിലെ യജമാനൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകനാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത് ബസ്സിൽ കയറുന്ന യാത്രക്കാരാണ്. അവരോട് സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ളതാണ്. എൻ്റെ ഈ സന്ദേശം KSRTCയിലെയും സ്വിഫ്റ്റിലെയും കണ്ടക്ടർമാരോടാണ്. ഈ ലഘു സന്ദേശത്തിൽ ഞാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് പിന്തുടരണം, അതനുസരിച്ച് മുന്നോട്ട് പോകണം. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വരുമാനം വർദ്ധിക്കും, നമുക്കെല്ലാ കാര്യങ്ങളും നമ്മുടെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കിട്ടാനും അന്തസ്സായ ഒരു KSRTC മുന്നോട്ട് കൊണ്ടുപോകാൻ, അന്തസ്സായ ഒരു ജീവിതം നമുക്ക് നയിക്കാനും പറ്റും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പരിപൂർണ്ണ സഹകരണം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ആശയങ്ങൾ പറയുന്നത്. നമ്മുടെ ബസ്സിൽ കയറുന്ന സഹോദരി സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറണം. നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ മര്യാദയായ ഭാഷ ഉപയോഗിച്ചാൽ മതി. അവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരും നമ്മുടെ ബന്ധുക്കളാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ മക്കളാണ് എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയാണ് എന്ന നിലയിൽ നമ്മൾ പെരുമാറണം. നമ്മുടെ അമ്മയാണെന്ന് കരുതണം. അത്തരത്തിലൊരു പെരുമാറ്റം നമ്മുടെ കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. നിർബന്ധമായും അവരോട്, പ്രത്യേകിച്ച് അമ്മമാർ, വൃദ്ധജനങ്ങൾ, കുഞ്ഞുങ്ങൾ, അതുപോലെ ഫിസിക്കലി ചലഞ്ചഡായിട്ടുള്ള അത്തരത്തിലുള്ള വിവിധ ശേഷിയുള്ളവർ, അവരെ വളരെ സ്നേഹത്തോടെ കൈകാര്യം, വൃദ്ധരായ അമ്മമാരെയും വണ്ടിയിൽ കയറ്റുകയും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാം വണ്ടിയിൽ കയറാതെ വണ്ടി ബെല്ലടിക്കരുത്. കൃത്യത, ആ ഒരു സ്നേഹത്തോടെ അവരോട് ബിഹേവ് ചെയ്യണം. മാത്രമല്ല, ഇപ്പം ബസ്സിലേക്ക് കയറി വരുന്ന പല ഉദാഹരണങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നവരുടെ അടുത്ത് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. ഈ കൂടെ വരുന്ന സഹോദരിയാണോ, ഭാര്യയാണോ, ലവറാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില കണ്ടക്ടർമാരുടെ നടപടികൾ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം. അത് ഇന്ത്യയിലെ നിയമം അനുസരിക്കുന്ന ഒരു വികസിത രാജ്യവും പുരോഗമന സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ് മലയാളികൾ. ഈ അടുത്ത കാലത്തൊരു കണ്ടക്ടർ ഒരു സഹോദരനും സഹോദരി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്? റിലേഷൻ അറിയേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് പാസഞ്ചർ വണ്ടിയിൽ വരണം എന്ന് മാത്രമേ നമുക്കുള്ളൂ. അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. അതുകൊണ്ട് ഈ മാത്രമല്ല
മദ്യപിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഡ്യൂട്ടിക്ക് വരാൻ പാടില്ല. കാരണം അത് KSRTCയിലെ ഒരു ജീവനക്കാരും മദ്യപിച്ചുകൊണ്ട് മേലിൽ ഡ്യൂട്ടിക്ക് വരരുത്. നമ്മൾ മദ്യപിക്കുന്ന ഒരു കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗന്ധം ഒരു പക്ഷേ ബസ്സിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. മദ്യപിക്കുന്നവരുണ്ട്, മദ്യപിക്കാത്തവരും ധാരാളമുണ്ട്. അപ്പോൾ ഈ മദ്യപിക്കാത്തവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, ഈ മദ്യത്തിൻ്റെ തലേദിവസം കഴിച്ച മദ്യത്തിൻ്റെ ദുർഗന്ധം അല്ലെങ്കിൽ അന്ന് കഴിച്ച മദ്യത്തിൻ്റെ ദുർഗന്ധം അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ അധ്വാനിച്ച് വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് തിക്കിലും തിരക്കിലും നിന്ന് ടിക്കറ്റ് കൊടുത്താണ് KSRTCയെ വളർത്തുന്നത്. അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വില കളയരുത്. നിങ്ങൾക്കുള്ളൊരു വിലയുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടൊരു കാഴ്ചയാണ്. തിരുവനന്തപുരത്ത് ഒരു മജിസ്ട്രേറ്റ്, അദ്ദേഹത്തിന് വലിയ പദവിയുള്ളതാണ്. അദ്ദേഹം ബസ് കയറാൻ വന്നു. ഞാനന്ന് സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ ബസ്സിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം കൂപ്പൺ എടുത്തില്ല എന്നുള്ളതിൽ അദ്ദേഹത്തെ കയറ്റാതെ കണ്ടക്ടർ വഴി നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നു, സാറേ എന്നെ ഒന്ന് കൊണ്ടുപോയി, എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, എനിക്ക് കോട്ടയത്ത് എത്തണമെന്ന് അദ്ദേഹം വളരെ എളിമയോടെ ഈ മജിസ്ട്രേറ്റ് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു വിധത്തിൽ കയറ്റില്ല, നിങ്ങൾക്ക് കൂപ്പണില്ല, നിങ്ങളെ കയറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇത്തരം രംഗങ്ങൾ ഉണ്ടാകരുത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ്. ഇത്തരം രംഗങ്ങൾ നമുക്ക് വേണ്ട. എല്ലാവരെയും കയറട്ടെ, മാക്സിമം ആളുകൾ വണ്ടിയിൽ കയറട്ടെ. രാത്രി കാലങ്ങളിൽ ഒരു 8 മണി കഴിഞ്ഞാൽ നിങ്ങൾ ബസ് ഓടിച്ചു പോകുമ്പോൾ, ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശത്തിന് നിങ്ങളെ ആരും ഒന്നും പറയില്ല. നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി 8 മണിക്ക് ശേഷം സൂപ്പർ ഫാസ്റ്റും അതിന് താഴോട്ടുള്ള വണ്ടികൾ, എക്സ്പ്രസ് എന്ന് ഞാൻ പറയുന്നില്ല, നിർത്തി കൊടുക്കണം. അവർ ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. എൻ്റെ വീട് ഇവിടെയാണ്, അവർ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടിറക്കി രാത്രിയിൽ അവർ ഓട്ടോറിക്ഷ പിടിച്ചൊക്കെ വരിക എന്ന് പറയുന്നത്, നിങ്ങളുടെ സഹോദരിയാണെങ്കിലോ നിങ്ങളുടെ അമ്മയാണെങ്കിലോ നിങ്ങളുടെ ഭാര്യയാണെങ്കിലോ നിങ്ങളങ്ങനെ ഇറക്കി വിടുമോ? നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ ഇറക്കി വിടില്ലേ? അങ്ങനെ ചെയ്യരുത്. നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കണം. ഈ നിമിഷം മുതൽ, ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ അത്തരം നിർബന്ധ ബുദ്ധികൾ പാടില്ല. സ്റ്റോപ്പിൽ നിർത്തിയില്ല, നേരത്തെ നിർത്തി കൊടുത്തതിന് മേലുദ്യോഗസ്ഥൻ നിങ്ങളെ ശകാരിക്കും. അങ്ങനെ ഒരു മേലുദ്യോഗസ്ഥൻ ഒരു വനിതയ്ക്ക് ഇറങ്ങുവാൻ നിങ്ങൾ 8 മണിക്ക് ശേഷം വണ്ടി ഒരു സ്റ്റോപ്പല്ലാത്തൊരു സ്ഥലത്ത് നിർത്തി കൊടുത്തതിൻ്റെ പേരിൽ, ഏതെങ്കിലും സ്റ്റോപ്പിൽ തന്നെ നിർത്തി കൊടുക്കണം, അവർ പറയുന്നിടത്ത് നിർത്തി കൊടുക്കണം. അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നടപടിയെടുത്താൽ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഞാൻ നടപടിയെടുക്കാം. നിങ്ങൾക്ക് അത്രയും അതിൽ കൂടെ ഉറപ്പെന്താണ് വേണ്ടത്? നിങ്ങൾ സത്യസന്ധമായി 10 മണി കഴിഞ്ഞാൽ ദീർഘദൂര സർവീസുകളിൽ പോകുമ്പോൾ സൂപ്പർ ഫാസ്റ്റിന് താഴെയുള്ള ക്ലാസ്സുകളിൽ ആവശ്യപ്പെടുന്നവരെ അവർ പറയുന്നിടത്ത് ഇറക്കി കൊടുക്കണം. ദൂരെ കൊണ്ടിറക്കിയാൽ അവർ പിന്നീട് ഒരു ഓട്ടോറിക്ഷ വിട്ട് രാത്രി കിട്ടുക, ഇതൊക്കെ വലിയ പ്രയാസമാണ്. പിന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് അവിടം വരെ യാത്ര ചെയ്ത് പോയ പൈസ ഒരു ഓട്ടോറിക്ഷയ്ക്കോ ടാക്സിക്കോ കൊടുത്താൽ പോലും വീട്ടിലെത്താൻ പറ്റില്ല. ചിലവ് കുറഞ്ഞൊരു പൊതുഗതാഗതത്തിന് വേണ്ടിയല്ലേ നമ്മളെ എല്ലാവരും സമീപിക്കുന്നത്. ഇത് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ അടുത്തൊരു കാര്യം, പ്രത്യേകിച്ച് കണ്ടക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, വണ്ടി ടൈമിന് പുറപ്പെടണം, ടൈമിന് റീച്ച് ചെയ്യണം. ഓരോ സ്റ്റേഷനിലും എത്തുമെന്ന് പറയുന്ന സമയത്തിനടുത്ത് തന്നെ ഒരു 5-10 മിനിറ്റോ മാറാമെന്നുള്ളതല്ലാതെ അതിൽ വ്യത്യാസം വരാതെ ഓടിയെത്തണം. പിന്നെ നിങ്ങളുടെ മുന്നിൽ പോകുന്ന വണ്ടിയുടെ വരിയായി വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ മേലുദ്യോഗസ്ഥന്മാരോട് റിപ്പോർട്ട് ചെയ്യണം. ഇന്ന വണ്ടി, ഇന്ന നമ്പറിലുള്ള ഇന്നടത്ത് പോകുന്ന വണ്ടി ഞങ്ങളുടെ വണ്ടിയുടെ കളക്ഷന് മുമ്പിൽ വരികയാണ്, അത് മാറ്റി കിട്ടണം. നമ്മൾ പലപ്പോഴും പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യത്തിൽ നോക്കാറുണ്ട്. പക്ഷേ KSRTCയുടെ ബസ് തന്നെ നിങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ ഓടുകയും നിങ്ങൾക്ക് കിട്ടേണ്ട കളക്ഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ മേലുദ്യോഗസ്ഥനെ അറിയിച്ച് ആ 2 വണ്ടിയിൽ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ടൈമിൽ നമ്മൾ മാറ്റം വരുത്തി തരും. ഇത് സൂക്ഷ്മമായി പരിശോധിക്കാൻ ടെക്നോളജി സംവിധാനങ്ങൾ 6 മാസത്തിന് നിലവിൽ വരും. പക്ഷേ 6 മാസത്തേക്ക് നിങ്ങൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് വണ്ടി എവിടെ പോകുന്നു എന്ന് GPS വഴി കാണാൻ പറ്റും. അതുവരെ നിങ്ങൾ ഈ ഒരു സഹായം ചെയ്യണം. നിങ്ങളുടെ മുമ്പിൽ ഓടുന്ന വണ്ടി, പല ഡ്രൈവേഴ്സും റിപ്പോർട്ട് ചെയ്യാറുണ്ട്, കണ്ടക്ടേഴ്സും പറയാറുണ്ട്, സാർ ഞാൻ വണ്ടി കളക്ഷൻ ഉണ്ടായിരുന്ന വണ്ടിയാണ്, അതിൻ്റെ മുമ്പിൽ ഇന്നലെ മുതലൊരു വണ്ടി വന്നു തുടങ്ങി, ആ വണ്ടി വരുമ്പോൾ എനിക്ക് കളക്ഷൻ കുറയുന്നു. അങ്ങനെ കുറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കൂ. കളക്ഷൻ കുറയാൻ പാടില്ല. ഓരോരുത്തരെയും റോഡിൽ നിന്ന് കൈ കാണിക്കുന്ന എല്ലാവരെയും വണ്ടി കയറണം. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് സ്വിഫ്റ്റിലെ ജീവനക്കാരോടാണ്. സ്വിഫ്റ്റിലെ ജീവനക്കാർ സ്ഥിരം ജീവനക്കാരല്ല. സ്വിഫ്റ്റ് എന്ന് പറയുന്ന KSRTCയുടെ ഒരു നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സ്ഥാപനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഒരു KSRTCയുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയൊരു സ്ഥാപനമാണ്. അപ്പോൾ സ്വിഫ്റ്റിലെ ജീവനക്കാരുടെ എടുത്തു പറയുകയാണ്, നിങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായം വന്നിരിക്കുകയാണ്, വളരെ മോശം. അദ്ദേഹം നല്ല അഭിപ്രായമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വ്യക്തി അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിന് കണ്ടക്ടർ സീറ്റിലിരുന്നു, കണ്ടക്ടർ സീറ്റിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എഴുന്നേറ്റ് മാറി തരണമോ എന്ന് കണ്ടക്ടർ ചോദിച്ചു. വേണ്ട, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിന്ന് ഡ്രൈവറോട് സംസാരിച്ചുകൊണ്ടിരുന്നു വണ്ടി ഓടിക്കൊണ്ടിരുന്നു. ആയൂരെത്തിയപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്ത് ഫോൺ വിളിച്ച ഒരാൾക്ക് വണ്ടിയിൽ കയറാൻ വേണ്ടി 2 മിനിറ്റ് വണ്ടി അവിടെ പിടിച്ചിട്ട് കൊടുത്തു. എല്ലാവരോടും പറഞ്ഞു ഒരാൾ വരാനുണ്ട്, പരിചയക്കാരനല്ല, സുഹൃത്തല്ല, ബസ്സിൽ കയറാൻ ആഗ്രഹിച്ച ഒരു യാത്രക്കാരനാണ്. ആ വ്യക്തിക്ക് വേണ്ടി 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത ഡ്രൈവറെ ഞാൻ അഭിനന്ദിക്കുകയാണ്. മറിച്ച് അതേ ദിവസം പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് വന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് സ്വിഫ്റ്റ് ബസ്സിൽ വാർദ്ധക്യത്തിലെത്തിയ ഒരു മനുഷ്യൻ കണ്ടക്ടർ സീറ്റിൽ അറിയാതെ കയറിയിരുന്നു. ഈ കണ്ടക്ടർ, ചെറുപ്പക്കാരനായ കണ്ടക്ടർ, ഇയാളെ ആ കസേരയിൽ നിന്ന് മനുഷ്യനെ എണീപ്പിച്ച് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം കസേരയിരുന്ന് യാത്ര ചെയ്തു. നിങ്ങളുടെ സ്വന്തം അച്ഛനാണെങ്കിൽ ഇത് ചെയ്യൂ, അപ്പൂപ്പനാണെങ്കിൽ ചെയ്യൂ.
അങ്ങനെ ചെയ്യരുത്. കാരണം വൃദ്ധജനങ്ങളാണ്, അവരോട് മാന്യമായി പെരുമാറണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഗണേഷ് കുമാറിൻ്റെ നിർബന്ധമല്ല, KSRTC CMDയുടെ നിർബന്ധമല്ല. നമ്മൾ മലയാളികളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പ്രായമുള്ളവരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നുള്ളത്. ഒരു നിമിഷം നിങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛനായി കാണുക, ഏത് ആളാണെന്ന് എനിക്കറിയാം, കണ്ടക്ടർ ആരാണെന്നും ഏത് വണ്ടിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, കൃത്യമായ നമ്പർ എന്നാണ്, ഞാൻ നടപടി എടുക്കത്തില്ല. പക്ഷെ പറയുകയാണ്, എല്ലാവരോടായിട്ട് പറയുകയാണ്, സ്വിഫ്റ്റിലെ ഡ്രൈവർമാരോടും കണ്ടക്ടറോടും പറയുന്നു, മദ്യപിച്ചുകൊണ്ട് ജോലിക്ക് വരരുത്, നിങ്ങൾ കൃത്യമാന്യമായി പെരുമാറണം. കൂടുതലും സ്വിഫ്റ്റിലെ കണ്ടക്ടർമാർ ചെറുപ്പക്കാരാണ്. നിങ്ങൾ വളരെ മാന്യമായി പെരുമാറണം. ഞാൻ ജനങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്, എന്നെ ആർക്കും എപ്പോഴും കാണാവുന്ന ഒരാളാണ്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്ത് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ കാണിച്ചാലും എൻ്റെ അടുത്ത് വരും, ഞാൻ അറിയും. അതിൽ ജനങ്ങളോട് മോശമായി പെരുമാറുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളോട്, കുഞ്ഞുങ്ങളോട്, വൃദ്ധജനങ്ങളോട്, അത്തരം അതുപോലെ ഫിസിക്കലി ചലഞ്ചറായിട്ടുള്ള ആൾക്കാരാണ്. അതൊന്നും നമ്മൾ അതിന് എക്സ്ക്യൂസുകളില്ല, തുറന്നങ്ങ് പറയാം, അതിന് ന്യായങ്ങളൊന്നും പറയാനില്ല. അത്തരം പരാതികൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വണ്ടി കൃത്യസമയത്ത് വരണം. വരിവരിയായി വണ്ടി പോകുന്നുണ്ടെങ്കിൽ കണ്ടക്ടർ അടുത്ത സ്റ്റേഷനിൽ അറിയിക്കണം. വളരെ സ്നേഹത്തോടെ ഇപ്പോൾ നമ്മൾ പുതിയ പല സംവിധാനങ്ങളും, ബസ്സിനകത്ത് തന്നെ ചെറിയ മിനി ഷോപ്പ് വരുന്നുണ്ട്, ബസ് സ്റ്റേഷനുകളിൽ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നമുക്കൊരു 6 മാസം കൊണ്ട് നമുക്ക് ജീവനക്കാരായ നിങ്ങൾ സ്നേഹത്തോടെ സഹകരിക്കുക. 6 മാസങ്ങളിൽ നമുക്കിതിനെ ഒരു സ്റ്റഡിയായിട്ട് നിർത്താൻ പറ്റും. പിന്നെ നിങ്ങൾ ശമ്പളത്തെക്കുറിച്ച്, ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ താഴെ എഴുതുന്നവരല്ല ശമ്പളം കൊടുക്കൂ, ശമ്പളം ഒരാശങ്കയും വേണ്ട. കഴിഞ്ഞ 1.5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. KSRTCയുടെ ഒരു സാമ്പത്തിക സ്ഥിതി ജീവനക്കാർക്കും അറിയാം. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ എനിക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് 1-ാം തീയതി തന്നെ ജീവനക്കാരുടെ ശമ്പളം റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി കൂടിയാലോചന നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അതിന് നടപടിയെടുക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് ചെയ്തു തരാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. KSRTCക്ക് ലോൺ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ഞങ്ങളത് മാറ്റി. അതിൽ മുഖ്യമന്ത്രി തന്നെയാണ് മുൻകൈയെടുത്തത്. ആ തടസ്സം മാറിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ശമ്പളം തരാനുള്ള ചർച്ച അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ധനകാര്യമന്ത്രിയും എന്നെയും അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളത് ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം, അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത മന്ത്രി എന്ന നിലയിൽ എന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് നമുക്ക് 1-ാം തീയതി അടുപ്പിച്ച് ശമ്പളം കൊടുക്കാനുള്ള, ഒരുമിച്ച് ശമ്പളം കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് ഗണേഷ് കുമാർ കണ്ടുപിടിച്ചുകൊണ്ട് വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. അതിന് പല പല ഫോർമുലകളുണ്ട്. ആ ഫോർമുല അനുസരിച്ച് അത് വരും. ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് എഴുതുമ്പോൾ ശമ്പളം കൊടുക്കുമെന്നൊന്നും പറയണ്ട, ശമ്പളം തരും. ഞാൻ മുഖ്യമന്ത്രി എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിന് മുമ്പിൽ പല പല സജഷൻസ് ഉണ്ട്, അദ്ദേഹത്തിന് മുന്നിൽ വയ്ക്കും. അതിലേറ്റവും യുക്തിസഹമായിട്ടുള്ള ഒരു സജഷൻ അദ്ദേഹം നിർദ്ദേശിക്കും. അതനുസരിച്ച് LDF സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരും. അത് ഉറപ്പായിട്ട് പറയാം. ധൈര്യത്തോടെ ഞാൻ പറയണമെങ്കിൽ വെറുതെ പറയില്ലല്ലോ, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. അതിന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് എനിക്ക് ഉള്ളതുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പിന്തുണ എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വളരെ താല്പര്യമുണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ എന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അത് ചെയ്യും. നിങ്ങൾക്ക് ആശങ്ക വേണ്ട. ഇതിനിടയിൽ കമൻ്റ് ഒന്നും ഇടണ്ട. ദയവ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ കണ്ടക്ടേഴ്സ് സഹകരിക്കുക. ഇനി ഡ്രൈവർമാർക്കും മറ്റുള്ളവർക്കുമുള്ള സന്ദേശം പുറകെയുണ്ട്. എല്ലാവർക്കും നന്ദി. സ്നേഹത്തോടെ നമുക്ക് സഹകരിക്കാം. അല്ലാതെ ഞാൻ നിങ്ങളുടെ മന്ത്രി എന്ന നിലയിൽ നിങ്ങളോട് ഓർഡർ ഇടുകയല്ല. നിങ്ങളുടെ MD നിങ്ങൾക്ക് ചില ഉത്തരവുകൾ തരുന്നുണ്ട്, CMDയുടെ ഉത്തരവുകളുണ്ട്, അത് പാലിക്കൂ. നന്നായി നമുക്ക് നല്ലൊരു സർവീസായി കൊണ്ടുപോകാം. മലയാളി KSRTCയെ സ്നേഹത്തോടെയാണ് മനസ്സിലേറ്റിയിരിക്കുന്നത്. സ്നേഹത്തോടെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുകയും അത് നമ്മുടെ പ്രവൃത്തിയിൽ പകർത്താൻ ശ്രമിക്കാൻ എല്ലാവരോടും ഞാൻ ഹൃദയം നിറഞ്ഞ എൻ്റെ നന്ദി അറിയിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.